രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ വിമർശനം അല്പം കടുപ്പിച്ചായിരുന്നു. രാഹുലിന്റെ ഡീൽ ആരോപണത്തിന് മറുപടി പറയുന്നതിനിടെയാണ് പ്രാദേശിക നേതാവിന്റെ കാര്യവിവരം പോലുമില്ലാത്ത ആളെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചത്. രാഹുൽ കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത നേതാവെന്നും പിണറായി പറഞ്ഞു. രാഹുൽ ഇങ്ങനെ അധപ്പതിച്ചത് എങ്ങനെയെന്ന് അറിയില്ലെന്നും പിണറായിയുടെ കടന്നാക്രമണം ഉണ്ടായി. പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു. അമിത്ഷായുടെ ഗുഡ് ബുക്കിൽ കയറാനാണ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് എന്ന് VD സതീശനും പറഞ്ഞു. നമുക്ക് രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ കേൾക്കാം. സാധാരണ പ്രാദേശിക നേതാവിൻ്റെ പ്രാദേശിക പ്രവർത്തകൻ്റെ കാര്യവിവരം പോലും ഇല്ല എന്നാണ് വസ്തുത. ഒരു കാര്യവും നേരെ ചൊവ്വേ മനസ്സിലാക്കാൻ തയ്യാറാകില്ല. പിന്നെ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്കിൽ കയറും. മനസ്സിലായി, നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനുവേണ്ടി അവരുടെ മുന്നിൽ 90 ഡിഗ്രിയിൽ കുനിഞ്ഞാണ് ഈ മുഖ്യമന്ത്രി നിൽക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞാൽ ഏത് കടലാസിലും ഒപ്പിട്ട് കൊടുക്കും. അപ്പോൾ രജീഷ് വേന്ദ്ര, പ്രാദേശിക നേതാവിന്റെ കാര്യവിവരം പോലും രാഹുൽ ഗാന്ധിക്ക് ഇല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ കേരളം കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പാർട്ടി നിങ്ങളുടെ നേതാവ് കേട്ടോ. ആ അർത്ഥത്തിലുണ്ട്. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് അത് രാഹുൽ ഗാന്ധി ആദ്യം തന്നെ ചിന്തിക്കണമായിരുന്നു എന്ന് എൻ്റെ അഭിപ്രായം. കാരണം രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും വിമർശിക്കുമെങ്കിൽ കൂടി പേരെടുത്ത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ CPM BJP ഡീൽ എന്ന തരത്തിലൊന്നും പറയാതിരിക്കാൻ രാഹുൽ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഈ തവണ എനിക്ക് തോന്നുന്നത് ഈ അതെ, വേറെ ഓപ്ഷൻ ഇല്ല രാഹുൽ ഗാന്ധിക്ക്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ആക്കാം. തീർച്ചയായും.